This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവിക ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ലോകത്തുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God. ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്.
ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമായ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 82 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് വിശുദ്ധ വേദപുസ്തകം നിത്യമരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ് കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ പ്രാണനിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്, ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശുമരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി തൻ്റെ ജീവനെയും ആത്മാവിനെയും അവർക്ക് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവജീവനും ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർത്തിരിക്കുകയാണ്. ഇനി ഓരോ നിമിഷവും ജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ വചനം ജീവനായിത്തീരുന്നു, ആത്മാവായിത്തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും അറിവ് നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ? സദൃശവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠനം ആരംഭിച്ചത്. ദൈവവചനത്തിന് ഏറെ ശ്രദ്ധ കൊടുക്കണം, നിരന്തരമായി വായിക്കണം, ധ്യാനിക്കണം, ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കണം. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം.
എന്താണ് നാം കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക് വളരുവാൻ സഹായിക്കുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നമ്മെ വളർത്തിയെടുക്കുന്ന തികഞ്ഞ പുരുഷത്വത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളരുവാൻ സഹായിക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ആത്മദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ ജയാളികളാക്കി തീർത്ത്, പിശാചിൻ്റെ തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെയും മീതെ പൂർണ്ണ ജയാളികളാക്കി തീർത്ത്, യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി രൂപാന്തരപ്പെടുത്തുവാൻ സഹായിക്കുന്ന ദൈവവചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. 4-ാം അധ്യായം 22-ാം വാക്യമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. ദൈവത്തിൻ്റെ വചനം ഒരുവന് ലഭ്യമാകുന്നത് ബുദ്ധിപരമായ കേൾവിയിലൂടെയോ പഠനത്തിലൂടെയോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഒരുവന് വചനം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ വചനം കിട്ടുന്നതിനെക്കുറിച്ചുള്ള അതിപ്രധാനമായ 8 കാര്യങ്ങളാണ് നാം പഠിക്കുവാൻ ആരംഭിച്ചത്. അതിലൊന്നാമത്തേത്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലും ബുദ്ധിയിലും സ്വതന്ത്രമാക്കുക എന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വെളിപ്പെടുത്തി തരുന്നു, നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. വചനം അനുസരിപ്പാൻ നമുക്ക് അവൻ എല്ലാ ശക്തിയും നൽകുന്നു, കൃപ നൽകുന്നു എന്ന് കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി നാം പഠിച്ചു കഴിഞ്ഞു. രണ്ടാമതായി, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തന്ന് ദൈവം നമ്മളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിക്കുക എന്നതാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, അതായത് ആത്മീയ കാര്യങ്ങൾ അറിയണമെങ്കിൽ, ദൈവത്തിൻ്റെ വചനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. ഹൃദയത്തിൻ്റെ ദൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സാണ്, നമ്മുടെ ബുദ്ധിയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയിൽ ഇടപെടുന്നു, ബുദ്ധിയിൽ ശുശ്രൂഷിക്കുന്നു, നമ്മുടെ ബുദ്ധിയെ തുറക്കുന്നു, നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു ബുദ്ധിയിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം കിട്ടുകയുള്ളൂ, ലഭിക്കുകയുള്ളൂ, അത് ജീവനായി ആത്മാവായി തീരുകയുള്ളൂ. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് ഒരുവൻ്റെ ബുദ്ധിയെ തുറക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യം? ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിൻ്റെ മുമ്പാകെ വളരെ പ്രധാനമായ 2 ഫലങ്ങൾ വച്ചിരുന്നു. ഒന്ന്, ജീവവൃക്ഷത്തിൻ്റെ ഫലവും 2, നന്മതിന്മകളെക്കുറിച്ച് അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലവുമായിരുന്നു. ആദം ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ, അതായത് പുത്രത്വ ജീവൻ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവൻ്റെ ആത്മാവിനെയും ദേഹത്തെയും സാന്ദ്രീകരിച്ച് ദൈവ തേജസ്സിൻ്റെ പൂർണ്ണതയിൽ അവനെ എത്തിക്കുമായിരുന്നു. അതായത് യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മുടെ മൺമയമായ ശരീരങ്ങളെ വീണ്ടെടുത്ത്, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തി, അല്ലെങ്കിൽ സ്വർഗീയ മൂലകങ്ങളാൽ നിർമ്മിക്കപ്പെടുന്ന ഒരു സ്വർഗീയ ശരീരം നമുക്ക് തന്ന് ദൈവത്തിൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ നമ്മെ നിറച്ച്
നാം യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരും. ആ അവസ്ഥയിലേക്ക് ആദം ആത്മദേഹീദേഹത്തിൽ രൂപാന്തരപ്പെടുമായിരുന്നു. അവൻ ദൈവത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ ജ്ഞാനം പ്രാപിക്കുമായിരുന്നു. അവൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് തുല്യനായിത്തീരുമായിരുന്നു. ഇതായിരുന്നു ആദമിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. ജീവവൃക്ഷം പിതാവാം ദൈവത്തെ കാണിക്കുമ്പോൾ അതിൻ്റെ ഫലം പുത്രത്വ ജീവനെ കാണിക്കുകയാണ്, ക്രിസ്തുവേശുവിൻ്റെ ജീവനെ കാണിക്കുകയാണ്. എന്നാൽ ആദം ജീവവൃക്ഷത്തെ ത്യജിച്ച് നന്മതിന്മകളെ കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചു. അവിടെ ദൈവികമല്ലാത്ത ഒരു തരം ജ്ഞാനമാണ് അവൻ പ്രാപിച്ചത്. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ അവൻ്റെ പ്രാണനിൽ, അവൻ്റെ ദേഹിയിൽ, അവൻ്റെ ബുദ്ധി, മനസ്സ്, വികാരം, ഇച്ഛ ഇവയടങ്ങിയ ദേഹിയിൽ വലിയ മാറ്റമുണ്ടായി, വലിയ തകർച്ചയുണ്ടായി. അവൻ്റെ അകത്തുള്ള ദൈവീക പരിജ്ഞാനം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ സ്വരൂപം നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലുള്ള അതിപ്രധാനമായ 4 മൂലകങ്ങൾ, 4 ഘടകങ്ങൾ വേദപുസ്തകത്തിൽ നാം വായിക്കുകയാണ്. അത് ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവപരിജ്ഞാനം, ദൈവ തേജസ് തുടങ്ങിയ കാര്യങ്ങളാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനിലുള്ള ദൈവസ്വരൂപം നഷ്ടപ്പെട്ടു. ദൈവ പരിജ്ഞാനം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ദൈവികമല്ലാത്ത ഒരു തരം ജ്ഞാനമാണ് അവൻ പ്രാപിച്ചത്. 3-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞത്, മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെയായി തീർന്നിരിക്കുന്നു. നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ ദൈവത്തെപ്പോലെ അവന് പ്രാപ്തി ലഭിച്ചു. എന്നാൽ ഇവിടെ വലിയൊരു വ്യത്യാസമുണ്ട്. ദൈവം നന്മതിന്മകളെ തിരിച്ചറിയുന്നത് അത് അനുഭവിച്ചിട്ടല്ല. അതായത് പാപം എന്താണെന്ന് സ്വർഗത്തിൽ ഉള്ള ദൈവത്തിന് അറിയാം. പക്ഷെ അവൻ പാപം ചെയ്ത് അനുഭവിച്ചിട്ടല്ല പാപം എന്താണെന്ന് അറിയുന്നത്. അവൻ്റെ ദിവ്യമായ ജ്ഞാനത്തിലാണ് പാപത്തെ അവൻ അറിയുന്നത്. രോഗമെന്താണെന്ന് നിത്യതയിൽ ആയിരിക്കുന്ന ദൈവത്തിന് അറിയാം. പക്ഷേ അവൻ രോഗത്തെ അറിയുന്നത് രോഗം അനുഭവിച്ചിട്ടല്ല, പിന്നെയോ അവൻ്റെ ദിവ്യമായ ജ്ഞാനത്തിലൂടെയാണ്. കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും എന്താണെന്ന് ദൈവത്തിനറിയാം. അവൻ അതറിഞ്ഞത് അതനുഭവിച്ചിട്ടല്ല, പിന്നെയോ അവൻ്റെ ദിവ്യമായ ജ്ഞാനത്തിലാണ്. പക്ഷെ മനുഷ്യനിപ്പോൾ പാപവും രോഗവും കഷ്ടതയും ദാരിദ്ര്യവും എല്ലാ ശാപങ്ങളും അനുഭവിച്ചറിയുകയാണ്. അവൻ ജ്ഞാനത്തിലറിയുകയല്ല, അനുഭവിച്ചറിയുകയാണ്. അവൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചിരുന്നെങ്കിൽ അവനും ഈ കാര്യങ്ങളൊക്കെ സമ്പൂർണമായിട്ട് അറിയാൻ പറ്റും. അത് ദൈവികമായ ജ്ഞാനത്തിലൂടെയാണ്. മനുഷ്യൻ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ച് പാപത്തിലായി കഴിഞ്ഞപ്പോൾ അവൻ്റെ അകത്തുള്ള ദൈവപരിജ്ഞാനം നഷ്ടപ്പെട്ടു. ദൈവികമല്ലാത്ത ഒരു ജ്ഞാനമാണ് അവനിപ്പോൾ പ്രാപിച്ചത്. അവൻ്റെ ബുദ്ധിയിൽ, അവൻ്റെ മനസ്സിൽ പാപം വളരെ സ്വാധീനിച്ച് ദൈവത്തെ അറിയുവാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അവൻ്റെ ബുദ്ധിയിൽ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ
ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് മനുഷ്യൻ പ്രാപിച്ച ജ്ഞാനത്തിലൂടെ അവന് ദൈവത്തെ അറിയുവാൻ കഴിയത്തില്ല. ഒരു മനുഷ്യനും അവൻ്റെ ജ്ഞാനത്തിലൂടെ, അവൻ്റെ ബുദ്ധിയിലൂടെ ദൈവത്തെ അറിയുവാൻ കഴിയുന്നില്ല. അവൻ പ്രാപിച്ചത് ദൈവീകമല്ലാത്ത ജ്ഞാനമാണ്. മാത്രമല്ല, ദൈവ പരിജ്ഞാനം അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പാപത്തിൽ വീണുപോയ മനുഷ്യന് ദൈവത്തെ അറിയുവാനോ ദൈവിക ജ്ഞാനം പ്രാപിക്കുവാനോ അവൻ്റെ ബുദ്ധിക്ക് പ്രാപ്തിയില്ല. അതുകൊണ്ട് ഈ വീണുപോയ ബുദ്ധിയിൽ, വീണുപോയ മനസ്സിൽ വേദപുസ്തകം വായിച്ച് പഠിക്കുവാൻ കഴിയുമെങ്കിലും അതവന് വെളിപ്പെട്ട് ലഭിക്കത്തില്ല. ആ വചനം അവന് കിട്ടത്തില്ല. അതവന് ജീവനായി തീരത്തില്ല, ആത്മാവായി തീരത്തില്ല. ആത്മീയ വിഷയങ്ങൾ അവൻ അനുഭവിക്കാൻ പറ്റത്തില്ല, ദൈവത്തെ അനുഭവിക്കുവാൻ പറ്റത്തില്ല, വചനത്തിൻ്റെ ജീവനെയും ആത്മാവിനെയും അനുഭവിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടെങ്കിൽ ഉൽപ്പത്തി തുടങ്ങി വെളിപാട് വരെയുള്ള 66 പുസ്തകങ്ങളും കാണാതെ പഠിക്കുവാൻ കഴിയും. പക്ഷേ ഇതിൽ ഒരു വചനം പോലും നിങ്ങൾക്ക് ലഭ്യമായി തീരത്തില്ല. വചനത്തിൻ്റെ ജീവനെയും ആത്മാവിനെയും നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഒരുവൻ യേശുക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ ദൈവം അവൻ്റെ ബുദ്ധിയെ തുറക്കുകയാണ്. പാപത്താൽ അടയപ്പെട്ടു പോയ, ദൈവത്തിനെതിരെ അടയപ്പെട്ടു പോയ അവൻ്റെ ബുദ്ധിയെ ദൈവം തുറക്കുന്നു. തുറക്കുക മാത്രമല്ല, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ അവന് കൊടുത്ത്, പരിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ അവൻ്റെ ഹൃദയത്തിലും ബുദ്ധിയിലും പകർന്നു കൊടുത്ത് അവൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം അധികമായി സ്വീകരിപ്പാൻ അവൻ്റെ ബുദ്ധി ഒരുങ്ങിക്കഴിഞ്ഞു. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ